വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ബർത്ത്ഡേ ബ്ലോഗാണ്. എൻ്റെ ബർത്ത്ഡേ മറ്റാരുടെ അല്ല, എൻ്റെ ബർത്ത്ഡേ ആണെന്ന്. ഇന്ന് April 11th. സോ ഇന്ന് സാധാരണ നമ്മൾ ബർത്ത്ഡേ എന്നൊക്കെ പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഹാപ്പിനെസ് ഒക്കെ ആയിരിക്കും അല്ലേ. എനിക്ക് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് ഉള്ളിൽ നിന്നൊരു നമ്മളൊരു വയസ്സും കൂടി നമ്മളിങ്ങനെ ഏജായി വരുവാണല്ലോ എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ട് എക്സൈറ്റ്മെൻ്റ് ഒന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ കുഞ്ഞായിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണല്ലേ. നമുക്ക് പുതിയ ഡ്രസ്സ് വാങ്ങാനായിക്കോട്ടെ, ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് സ്കൂളിലെ കുട്ടികൾക്ക് ഫ്രണ്ട്സിന് മിഠായി കൊടുക്കണം, അതേപോലെ കേക്ക് കട്ട്. എൻ്റെയൊക്കെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏപ്രിൽ മന്തിലായതുകൊണ്ട് വെക്കേഷൻ ടൈം ആയിരിക്കും. അപ്പോൾ എനിക്ക് ഇപ്പോൾ പിള്ളേർ എല്ലാവരും കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട്, ബർത്ത്ഡേ ഉള്ള കുട്ടികൾ കളർ ഡ്രസ്സൊക്കെ ഇട്ടതിന് ശേഷം സ്കൂളിൽ വരുന്നു, പിള്ളേർക്ക് മിഠായി കൊടുക്കുന്നത് കാണുമ്പോൾ അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും വെക്കേഷൻ ടൈമിലുള്ള ബർത്ത്ഡേയും അടിപൊളിയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്യുന്നു, കസിൻസൊക്കെ വരും, കേക്ക് കട്ട് ചെയ്യുക, ഒരു പായസമൊക്കെ കുടിക്കുക, അപ്പോൾ കസിൻസിനെയൊക്കെ വിളിക്കുക, അപ്പോൾ എല്ലാവരും കൂടി ഇതൊക്കെ കേക്ക് കട്ട് ചെയ്ത് പായസമൊക്കെ കുടിച്ചിട്ട് പിരിയുക. അതൊക്കെ ഭയങ്കര നല്ലൊരു ടൈമാണ്. കാരണം ഇന്ന് നമുക്ക് മുന്നോട്ട് പോകാനേ പറ്റുള്ളൂ. ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നോട്ടില്ല, നമുക്ക് മുന്നോട്ടേ ഉള്ളൂ. കഴിഞ്ഞു പോയ ടൈം നമുക്ക് പിന്നെ തിരിച്ചു കിട്ടില്ല. ഇപ്പം തന്നെ നമുക്ക് കുറേ മുന്നത്തെ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ ഇപ്പം തന്നെ നമ്മുടെ ആ ഫോട്ടോസ്, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫോട്ടോയൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. അതേപോലെയാണല്ലോ അല്ലേ, നമ്മൾ അന്നത്തെ ഒരു നമ്മളായിരിക്കില്ല ഇന്ന്. നമ്മൾ പ്രായം കൂടുന്തോറും നമ്മുടെ കുറേ കാര്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഏജ് ഈസ് ജസ്റ്റ് എ നമ്പർ എന്നാണ് പറയുന്നത്. പ്രായം കൂടിയാലും നമ്മൾ ഏജ് എന്ന് പറയുന്ന നമ്പറാണ്. നമ്മുടെ മനസ്സെപ്പോഴും നമ്മൾ ഉള്ളുകൊണ്ട് നമ്മളെപ്പോഴും യങ് ആയിട്ടിരിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഒരു വർഷം കൂടി നോക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും വർഷം ദൈവം തന്ന അനുഗ്രഹം, നമുക്കിങ്ങനെ പോകാൻ പറ്റിയില്ല. ഇത്രയും എത്തിയതിന് ദൈവത്തോട് നന്ദി പറയുക. കാരണം ഇത്രയും നാളും ഈ ഒരു അനുഗ്രഹം കിട്ടിയതിന് എപ്പോഴും ദൈവത്തോട് താങ്ക്ഫുള്ളാണ്, ഗ്രേറ്റ്ഫുള്ളാണ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ്. സോ ജസ്റ്റ് നമ്മളെ ഒരു സന്തോഷം, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് ചെറിയ രീതിയിൽ ഒരു കേക്കൊക്കെ കട്ട് ചെയ്യുന്നു. പിന്നെ അതേപോലെ മമ്മി പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ. അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളോ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ എൻ്റെ വീട്ടിലാണുള്ളത്. അപ്പം ഞാൻ ഓൾറെഡി എല്ലാ തവണയും ഞാൻ എൻ്റെ ബർത്ത്ഡേ വ്ലോഗ് എടുത്തു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ഞാൻ ഭയങ്കര പ്ലാൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഫ്ലോപ്പാറുണ്ട്. വല്ലാണ്ടങ്ങ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം ഞാൻ 2022 ഞാൻ വീഡിയോസ് ആ ഒരു ടൈമിൽ യൂട്യൂബിൽ ഇടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ റീസ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ബർത്ത്ഡേ വ്ലോഗിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വ്ലോഗ്സൊക്കെ എടുത്തു, കുറേയൊക്കെ എടുത്തു. അപ്പോൾ അതിലെനിക്ക് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിച്ചു എന്നെ വിഷ് ചെയ്തു. കാരണം നിച്ചു നന്നായിട്ട് സംസാരിച്ച് തുടങ്ങിയൊരു ടൈമായിരുന്നു. സെൻറ്റൻസ് മേക്കിംഗ് ഒക്കെ തുടങ്ങിയ ടൈമായിരുന്നു. അപ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിച്ചു ആ സമയത്ത് എന്നെ വിഷ് ചെയ്തു കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നി അത് എവിടെയെങ്കിലും സ്റ്റോർ ചെയ്യണം, അതെന്തായാലും യൂട്യൂബിലിടണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ എല്ലാം ചെയ്തു. പക്ഷേ എനിക്കത് ഇടാൻ പറ്റിയില്ല. ഞാൻ ചെയ്തതാണ്. സാധാരണ അങ്ങനെയാണ്, ഞാൻ കൂടുതൽ പ്ലാൻ ചെയ്താൽ നടക്കാറില്ല. അപ്പോൾ ആ ഒരു വീഡിയോ, അതായത് 2022 ആ ബർത്ത്ഡേ ടൈമിലാണ് നിച്ചു അങ്ങനെ എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് നിച്ചു വിഷ് ചെയ്തത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ അതെനിക്ക് എങ്ങനെയെങ്കിലും ഇടണം എന്നൊക്കെ തോന്നിയിരുന്നു. കാരണം നമ്മളും പ്രായമായിക്കൊണ്ടിരിക്കുകയാണ്, പിള്ളേർ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്ന് നോക്കുന്ന സമയത്ത് അതൊരു വേറെ ഫീലായിരിക്കും അല്ലേ. കാരണം നമ്മുടെ ഇപ്പോൾ ഉള്ള ആയിരിക്കില്ലല്ലോ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ഒത്തിരി മാറ്റങ്ങൾ വരും. ഓരോ ഘട്ടങ്ങളാണല്ലോ അതൊക്കെ. സോ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കതൊക്കെ ഭയങ്കര പ്രഷ്യസാണ്. കാരണം അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മളത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ഫീലായിരിക്കും. എൻ്റെ ഈ ചാനലിൽ തന്നെ നമുക്കൊരു വ്ളോഗായിട്ട് ഇടുന്ന സമയത്ത് അത് ഇടണം, ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ചൊക്കെ എടുത്തതാണ്. പക്ഷേ എനിക്ക് ഇടാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ ബർത്ത്ഡേയുടെ വ്ളോഗിൻ്റെ കൂട്ടത്തിൽ അതും കൂടി ചേർത്തിട്ട് ഇടാമെന്നാണ് വിചാരിച്ചത്. അപ്പം അതെന്തായാലും ഞാൻ ഇതിൽ ഇടും കേട്ടോ. അതുകൂടാതെ കഴിഞ്ഞ വർഷം 2023 ഒരു കേക്ക് കട്ട് ചെയ്യുന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി മിക്സ് ചെയ്ത് അങ്ങനെ ഒന്ന് മിക്സാക്കി ഇടാമെന്ന് വിചാരിച്ചപ്പോൾ പക്ഷേ എൻ്റെ കയ്യിൽ ആ വീഡിയോ ഇല്ല. അത് ലാപ്ടോപ്പിലായിപ്പോയി. ഞാൻ വയനാട്ടിലും ലാപ്ടോപ്പ് എറണാകുളത്തും ആയിപ്പോയി. അതുകൊണ്ട് അത് ഉൾപ്പെടുത്താതെ പക്ഷേ എനിക്ക് ഈ 2022 ആ ഒരു സമയത്തെടുത്ത് അത് നിച്ച് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഭയങ്കര അതിടണമെന്ന്, അതൊന്ന് സ്റ്റോർ ചെയ്യണം എന്ന് തോന്നിയതുകൊണ്ട് അത് ഞാനിതിൽ ഉൾപ്പെടുത്തിട്ടു. അപ്പോൾ നിങ്ങൾ അത് കണ്ടിട്ട് അതിനുശേഷം നമ്മുടെ ഈ ബർത്ത്ഡേയുടെ വിശേഷങ്ങൾ കാണാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു ചുച്ചു. പാടി ചുച്ചു. ഹാപ്പി ബർത്ത്ഡേ ടു യു. മമ്മിക്ക് വെച്ച് കൊടുക്കാവോ?
പാട് പാട് ഹാപ്പി. ഓ താങ്ക് യു സോ മച്ച്. അപ്പക്ക് ചീത്തയോ? അപ്പക്കുണ്ടോ? കൊടുക്ക, എല്ലാവർക്കും കൊടുക്കു ചുച്ചു. പാട് ഹാപ്പി ബൈ. Happy birthday to Happy birthday to you. ആ ഒരു ടൈമിലുള്ള ചെറിയൊരു ഭാഗം ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത് കേട്ടോ. ഇനി നമുക്ക് ഈ ബർത്ത്ഡേയുടെ കേക്ക് കട്ടിങ്ങിലോട്ട് പോവാം. വലിയ കാര്യമായിട്ടൊന്നുമില്ല കേട്ടോ. നമ്മളൊരു ചെറിയ കേക്ക് വാങ്ങി, ഒരു റെഡ് വെൽവെറ്റിൻ്റെ കേക്ക് വാങ്ങി. അപ്പോൾ ഓക്കെ, അത് നമ്മളൊന്ന് കട്ട് ചെയ്തു. ഒരു ചെറിയ രീതിയിലൊരു കട്ട് ചെയ്തൊരു സെലിബ്രേഷൻ. ഓക്കെ, Happy birthday, mommy. Happy birthday, mommy. May God bless you. May God bless you. You look. ഇതെന്താ ഈ ബിംബി ഇങ്ങനെ ഇട്ടണ? അതിപ്പോൾ തൽക്കാലം ഇത് കേക്ക്, ഇത് മേക്കിട്ടിട്ട് ഇത് മേക്കിട്ടാണ്. ഇത് നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. മേമയോ കൂടുന്നുണ്ട്, അമ്മ അടക്കി ഇങ്ങോട്ട് വരും. നാളെ സെൻറ്ററിച്ചും കേക്ക് സെൻറ്ററിച്ചുണ്ട് കൂടെ. ഹാപ്പി ബർത്ത്ഡേ നീഡ്മോൾ. എന്താ എഴുതിയേക്കുന്നേ? ഹാപ്പി ബർത്ത്ഡേ നീഡ്മോൾ. ഇത് മോളാരാ? എൻ്റെ അമ്മ. Happy birthday to you. Happy birthday dear Amma. Happy birthday to you. അമ്മ അമ്മക്ക് നോക്കിനി. ഇനി അമ്മമ്മ എനിച്ചു ഇനിയുള്ള വീഡിയോ ഒന്നും കിട്ടുക. എനിച്ചു അങ്ങനെ ആക്കല, മറ്റേത് ഭയങ്കര അടുത്തായി പോയി. ഇച്ചു ഒരു നട്ടാളാ. അമ്മക്ക് തന്നു വാവിക്ക. അമ്മ ഇപ്പൊ കഴിച്ചു നിൽക്കും. അമ്മ കഴിച്ചു. ഇത് അമ്മക്കുള്ള ഗിഫ്റ്റാണ്. ഞാൻ ഇന്നലെ വാങ്ങിയിട്ട് വന്നതാണ് ഗിഫ്റ്റായിട്ട്. അമ്മ അഞ്ഞില്ലാണ് ഞാൻ വാങ്ങിയത്. ഞാൻ ഇപ്പോൾ വാങ്ങിച്ചത് ഇതുകൾ ഡെക്കറേഷനാണ്. ഇതിൻ്റെ വേറെ കളർ തരും. അത് ഞാൻ ഡെക്കറേഷനായിട്ടാണ് വിചാരിച്ചത്. ഒന്ന് വേറെ കളർ തക്കുക. അതാ വിചാരിച്ചത്. നമുക്ക് പൊട്ടിച്ചാലേ ഇത് പൊട്ടിച്ച് കാണണം. ഓൾറെഡി പകുതി പൊട്ടിച്ച് വെച്ചേക്കുക. നമുക്ക് തൊണ്ണാലാ ഇത്. ഇതാണോ അമ്മയുടെ ഗിഫ്റ്റ്? ഇച്ചു വാങ്ങിയതാ. മറ്റ് പിങ്ക് വന്ന് ഇതാണ് എൻ്റെ മേമി അയച്ചും. ഇത് ഡെക്കറേഷൻ ആണ്. ഞാൻ എടുത്ത് കാച്ചിടട്ടെ. ഇതാണ് ബർത്ത്ഡേ തിരിച്ച് തരാൻ വിട്ടുപോയി, മറന്നുപോയി. ഇതാണ് ഇത്.
ഇത് നാണ് കാറ്റ് എടുത്ത് ഇതെന്തായിരുന്നു ടോപ്പാണോ ഇത് ടോപ്പ് ഇത് ഷാള് ഇത് പാന്റ് ഇത് ഷാള് ഇത് ലൈനിന്ന് ഞാൻ ഇത് മാറ്റി വെച്ച കുറച്ച് നേരത്തിട്ട് ഞാനും ബാക്കി കാച്ചു തരാം എനിക്കിരിക്കെ ഇത് 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 വിച്ചിന് സാരി സാരിയല്ല ഷാള് ഇത് ഷാള് ഇതിന് ഇത്ര ലോങ് ആയിട്ടുള്ളൂ ഉപ്പ് കാച്ചിട്ടെടുത്ത ഗൈസ് പാന്റ് ഫസ്റ്റ് കാച്ചിട്ടോ പാന്റ് ഇങ്ങനെ ആയിട്ട് വെച്ചണ കഴിയത്തില്ല ഇങ്ങനെ ആയിട്ട് വെച്ചണ ഞാന് വേറെ മാറ്റി വെച്ച അമ്മ ഇത്തായോ ഇഷ്ടായി എന്താ ലൈനിങ് ഇത് ലൈനിന്നാണ് ഇത് ലൈനിന്ന് എത്ര ലോങ് ഉണ്ട് കാച്ചിട്ടെടുത്ത് ലൈനിങ് ഒന്നും കാണിക്കണ്ട ഡ്രസ്സ് കാണിച്ചാൽ മതിടാ ഇതാ ഡ്രസ്സ് ഇത് ഇതൊന്ന് വച്ചു വെച്ചാലും കുറച്ചില്ല ഈ ടോപ്പ് മതിയോ ഈ ടോപ്പ് മതിയോ ഈ ടോപ്പ് ഈ ടോപ്പ് അത് ഷാള് അത് ഷാളാണ് കേട്ടോ അത് ഷാളാണ് അത് ഇത് പവറായിട്ട് അതിന്റെ ഡിസൈനാണ് ഒന്ന് ഉപ്പ് കാച്ചിട്ടെടുത്ത് ഇതാണ് ഉപ്പില്ലേ ഉപ്പിന് ഇങ്ങനത്തെ ഒരു ഡിസൈൻ ഉണ്ടാവും ഇത് കസ്റ്റമായിട്ടാ ഇത് എല്ലാം തിക്കളാവണം ചാണാണുകള് ഇത് പുകള് സോഫ അത് കോസിയാണ് എല്ലാത്തിനും ഇത് ലൈനിന്നും ഇടും ഓക്കെ ഓക്കെ താങ്ക് യു കേട്ടോ അമ്മയ്ക്ക് ഗിഫ്റ്റ് തന്നെ താങ്ക് യു താങ്ക് യു ഓക്കെ അപ്പൊ കഴിഞ്ഞല്ലോ നിച്ചുവിന്റെ ആഗ്രഹം നിച്ചുവിനെ അത് കാണിക്കണം ഗിഫ്റ്റ് ബോക്സിൽ ഗിഫ്റ്റ് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് നിച്ചു തന്നെ കാണിക്കുന്നതാണ് ഓക്കെ അപ്പൊ താങ്ക് യു ഒന്നുകൂടി മതിയോ മതി മതി ഇത് മതി ഒന്നുകൂടി എല്ലാരും കണ്ടു മതി മതി. ഒന്നുകൂടി ചെയ്യാം ഇത് വേണ്ട ഒന്നുകൂടി ചെയ്യാം ഓക്കെ ഓക്കെ ബൈ പറ ബൈ പറ ബൈ ഓക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോ എടുത്ത് കാണാം കേട്ടോ ഓക്കെ കേട്ടോ ബൈ 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 അപ്പോൾ ഇതൊക്കെയായിരുന്നു ബർത്ത്ഡേ വിഷയം. പ്രത്യേകിച്ച് വലിയ അങ്ങനെയൊന്നുമില്ല. ഞാൻ എൻ്റെ വീട്ടിൽ അവിടെ പപ്പ മമ്മി സിസ്റ്റർ പിന്നെ എൻ്റെ നിച്ചു മോള് അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഒന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് ചെറിയ രീതിയിലൊന്ന് ആഘോഷിച്ചു. അതിൻ്റെ ഇടയിൽ ഒന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഈവനിങ് ടൈമിലാണ് പുറത്ത് പോയത്. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ മമ്മി പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, പായസം കുടിച്ചു. കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഇൻട്രോ ഒക്കെ പറയുന്നത്. അതൊരു ചെറിയ ബർത്ത്ഡേ വ്ളോഗാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ, വേറെ വിശേഷങ്ങളൊന്നുമില്ല. ഇപ്പോൾ ടൈം ഞാൻ ഈ ഇൻട്രോ എടുക്കുമ്പോൾ ഒരു 11 o'clock ഒക്കെ കഴിഞ്ഞു. ഓക്കെ, കാരണം അതിൻ്റെ ഇടയിൽ ഓരോരോ തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എല്ലാം ഒന്ന് ഒതുങ്ങിയിട്ട് ഞാൻ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ വീഡിയോ. അപ്പോൾ ഓക്കെ, ഇനി കൂടുതലൊന്നും പറയാനില്ല കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഇൻ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.